ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കായ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഈ ഒരു കായ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനാവശ്യമായിട്ട് കുറച്ച് ചെറിയുള്ളി വേണം, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, അത്രയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് കറിയൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വേഗം അങ്ങ് നോക്കാം കേട്ടോ. നോർമലി നമ്മൾ കായ വെച്ചിട്ട് ഇങ്ങനത്തെ കറിയൊന്നും ഉണ്ടാക്കാറില്ല, പക്ഷേ ഈ കറി എന്താണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. കൂടുതലും തോരനൊക്കെ കേട്ടോ ഞാനും ഉണ്ടാക്കാറ്. അപ്പോൾ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇഞ്ചി വെളുത്തുള്ളീനൊക്കെ ചെറുതാക്കി അരിഞ്ഞൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയുള്ളീനൊക്കെ അരിഞ്ഞ് ചെറുതാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കായേനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഒന്നോ രണ്ടോ കായ എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിതിൽ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. തൊലിയൊന്നും കളയേണ്ട. ഞാൻ തൊലി കളയാതെയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് കിട്ടിയതാണ് കേട്ടോ, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ് കായയെല്ലാം. അപ്പം ഞാൻ തൊലിയൊന്നും കളയുന്നില്ല. ഇങ്ങനെ നീളത്തിലുള്ള പീസസ് ആക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. ഒന്നോ രണ്ടോ കായ എടുക്കാം. നമ്മൾ എത്ര കൂടുതൽ കറി വെക്കുന്നുണ്ടോ അതിനനുസരിച്ച് കഷ്ണം വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഒന്നോ രണ്ടോ കായൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് പീസസ് ആക്കി മാറ്റി വയ്ക്കാം. ഇനി ആവശ്യമുള്ളത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ. അപ്പോൾ പുളി എടുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിലൊക്കെ ചേർക്കുന്ന വാളംപുളി, അതാണ് ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്, നമുക്ക് പുളി വെള്ളം എടുക്കണമല്ലോ, അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പുളി നന്നായി ഒക്കെ എടുത്ത് അതിൻ്റെ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഒരു 2 പിടി തേങ്ങ നമുക്ക് എടുക്കണം. അത് നമുക്ക് അരച്ച് ചേർക്കാനുള്ളതാണ് കറിയിൽ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെക്കുക. ഇനി നമുക്കൊരു മൺചട്ടിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറി വയ്ക്കുന്ന ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ കടുകൊക്കെ പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് താളിച്ച് ചേർക്കണ്ട. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിലൊക്കെ സേവ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നത്, മൺചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു, അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു, പിന്നെ കുറച്ച് ഉലുവയെ ചേർത്ത് കൊടുത്തു, അതുപോലെ ചുവന്ന മുളക്, കറിവേപ്പില അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാളയല്ല, ഞാനിതിലേക്ക് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 5-8 ചെറിയുള്ളി, ഒരു 8-10 ചെറിയുള്ളിയൊക്കെ എടുത്തിട്ട് നമുക്കിങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് നമുക്കങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. അതൊന്നും കരിയാതെ നോക്കണം, പെട്ടെന്ന് ചൂടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്, അതൊക്കെ കറിക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ കായ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, പെട്ടെന്ന് തന്നെ കറി ആവും ചെയ്യും, പക്ഷെ നല്ല ടേസ്റ്റുമാണേ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നന്നായി ഒന്ന് ഫ്രൈ ആക്കിയൊക്കെ എടുത്തു. ഇനി കായ ഒന്ന് കിടന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പുളിയുടെ വെള്ളത്തിൽ കിടന്നാണ് കേട്ടോ കായ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ കറിക്ക് ആവശ്യമുണ്ട്, കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ കായയെല്ലാം നന്നായി വെന്ത് വരട്ടെ, എന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികൾ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇനി വെയിറ്റ് ചെയ്യാമല്ലേ. അല്ല, നമുക്ക് കുറച്ച് തേങ്ങ ചേർക്കണ്ടേ. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 പിടി തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായി അങ്ങ് അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഇതേ കായൊക്കെ വെന്ത് വന്നു കേട്ടോ. കായൊക്കെ വെന്ത് വന്നു, നല്ല റെഡ് കളറായി കറിയെല്ലാം. മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല കറിയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തേങ്ങ അരച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് കറിയിലേക്ക്. അപ്പോൾ കറിയിലേക്ക് തേങ്ങ അരച്ചതും കൂടിയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് 2 മിനിറ്റൊക്കെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണ്, എപ്പോഴും ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അതിൽ കിടന്നൊന്ന് യോജിക്കട്ടെ. കായും ഈ തേങ്ങയും എല്ലാം കൂടി യോജിക്കാൻ വേണ്ടി കുറച്ച് നേരം കൂടി നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായി റെഡി ആയിട്ട് ഇവിടെ കായ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തു. കറി നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കുക. കറി ഞാൻ ഓഫാക്കി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കറി നല്ല കാണാനും നല്ല ഭംഗിയില്ലേ. നമുക്കിത് മീൻ കറിയുടെയൊക്കെ ടേസ്റ്റിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ മീൻ കറിയൊക്കെ വെക്കണ രീതിയിലൊക്കെ തന്നെയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഈ കറിയൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ അടിപൊളി കറിയാണ്. ഇപ്പോൾ ചോറും ഈ കായയുടെ ഈ പുളിങ്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ തന്നെ സൂപ്പർ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ ഉച്ചയ്ക്ക് ചോറും കായക്കറിയും കായുപ്പേരിയും പപ്പടമൊക്കെ ആയിട്ടാണ് കേട്ടോ ലഞ്ച് കഴിച്ചത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. എന്നാൽ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.